പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനീനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ദേവയാനീനോട് പറയുന്നുണ്ടായിരുന്നു, വീട്ടിൽ ചെന്നാലും ഇനി അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും വേണ്ട, പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആദർശിനോട് കറക്റ്റ് ചെക്കപ്പിൻ്റെ ഡേറ്റിന് തന്നെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. ജയനാണെങ്കിലും ഡോക്ടറോട് പറയാണ് ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം തന്നെ പോകാൻ പറ്റിയത് എന്നൊക്കെ ഡോക്ടറും പറയുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ കഴിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് പിന്നെ എല്ലാവർക്കും അങ്ങനെ മധുരമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ ഡോക്ടറോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. പിന്നെ ദേവയാനീനെ കൊണ്ടുപോയി ആംബുലൻസിൽ കയറ്റുന്നുണ്ടായിരുന്നേ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇതേ സമയം അനന്തപുരിയിൽ ജലജയും ജാനകിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയാനിയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. ഏട്ടത്തി എന്തായാലും ഉടനെ ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ ഏട്ടത്തി വരുന്നത് മനസ്സിൽ മരുമകളോടുള്ള വെറുപ്പും ആയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെയാണ് കേട്ടോ അവർ തമ്മിലുള്ള സംസാരം. നയനേനെ പുറത്താക്കണം, അല്ലെങ്കിൽ പിന്നെ അവൾ ഇവിടെ അങ്ങ് വാഴും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആദർശാണെങ്കിൽ അവർക്ക് വീടൊക്കെ എടുത്ത് കൊടുത്തല്ലോ, അപ്പോൾ അതിങ്ങനെ വാടകയ്ക്ക് എടുത്ത് കൊടുത്താണോ ഇനിയിപ്പോൾ വാങ്ങി കൊടുത്താണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശനാണെങ്കിലും ഇന്ന് ആരെക്കുറിച്ചാണ് പരദൂഷണം എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് നയനയെ കുറിച്ചുള്ള സംസാരങ്ങൾ തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നതും. നയനയ്ക്ക് കൊണ്ടുപോയി സ്വർണം കൊടുത്തൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് ജാനകിയും ജലജയൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശൻ പറയും ഇനിയിപ്പോൾ മോള് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് തീരുമാനിച്ചാലും മോളുടെ അച്ഛൻ്റെ അമ്മയുടെയും കാല് പിടിച്ചിട്ടാണെങ്കിലും മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും, അത് ഇനിയിപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയേ. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴേക്കും ദേവയാനീനെ കൊണ്ടുവരുന്ന ആംബുലൻസ് അവിടെ മുറ്റത്തേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ്. പിന്നെ ദേവയാനീനെ ആംബുലൻസിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനാമികയാണെങ്കിലും കണ്ടുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ, വന്നോ അസുഖക്കാരി, ഇനി കുറച്ച് അഭിനയിക്കാമെന്ന് ഓർത്താണ് കേട്ടോ അങ്ങോട്ട് ചെല്ലുന്നത് തന്നെ. അപ്പോൾ ദേവയാനീനെ അകത്തേക്ക് കയറ്റുമ്പോൾ തന്നെ വല്യമ്മേന്ന് കരഞ്ഞ് വിളിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുന്നുണ്ടായിരുന്നേ. അപ്പോൾ മുത്തശ്ശിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവയാനിയാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശീനെ നോക്കിയിട്ട് പറയാണ്, ആയുസിൻ്റെ ബലം കൊണ്ട് അമ്മയ്ക്ക് എന്നെ കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ദേവയാനിനെ അകത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ്. അപ്പോൾ അവരെ അകത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും ജാനകി പറയാണ്, അനാമിക മോളുടെ ഒരു സങ്കടം കണ്ടോ, അവൾക്ക് വല്യമ്മേനെ കണ്ടപ്പോൾ അത്രയും സങ്കടമായി, അവൾക്ക് വല്യമ്മേനോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതെ അതെ വലിയ സ്നേഹം തന്നെയാണ് എന്നിങ്ങനെ ജയൻ ഇങ്ങനെ കളിയാക്കുന്ന പോലെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഏട്ടൻ എന്താ അത് പറഞ്ഞപ്പോൾ ഒരു പുച്ഛം എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യാണ്. പിന്നീട് ജാനകിയാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരുത്തിയാണെങ്കിൽ ഏട്ടത്തി എന്തോന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവളുടെ വീട്ടിൽ പോയി സുഖിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മുത്തശ്ശിയാണെങ്കിലും ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ മുത്തശ്ശനും പറയൂ കേട്ടോ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് എന്നൊക്കെ പറയേ. ഇപ്പോൾ നയന ഇനിയിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഇവിടുന്ന് ഓരോരുത്തർ അവൾക്കുള്ള സമ്മാനമൊക്കെ ആയിട്ട് പോകുന്നത്, അങ്ങനെ പോകാൻ ഇവിടെ ആളുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി നിർത്താനായിട്ട് പറയാണ് ജാനകിനോട്. അപ്പോൾ കുറേ ആയി നീ ഇങ്ങനെ കാര്യം അറിയാതെ സംസാരിക്കുന്നു എന്നൊക്കെ പറയും. പിന്നെ മുത്തശ്ശനാണെങ്കിലും ജയനാണെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഭാഗ്യമാണ് എൻ്റെ മകനും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയെന്ന്, പക്ഷേ അത് നീയും കേൾക്കാറുണ്ടല്ലോ, ഇപ്പം ഞാൻ പറയുന്നു എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ മരുമകളാണെന്ന് പറയേ. ആ മരുമകൾക്ക് പിന്നാലെ അച്ഛനും അമ്മയും പോയെങ്കിൽ ഞാനും അതുപോലെ തന്നെ ഇതുപോലെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് പോകുമെന്ന് പറയുകയാണേ. അപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ മരുമകളെ കുറിച്ചാണെങ്കിൽ അതൊരു സത്യം ഉണ്ടായിരുന്നേനെ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളിങ്ങനെ പുറമേയുള്ള സ്നേഹമല്ല ഇങ്ങനെ കണക്കിലെടുക്കുന്നത്, മനസ്സിൽ തട്ടി സ്നേഹിക്കണം, അതാരെയും കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് എന്നൊക്കെ പറയേ. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത് നയനയാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ ജാനകി സംസാരിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടാതെയാണ് മുത്തശ്ശി ജാനകിനോട് നിർത്താനൊക്കെ പറഞ്ഞിട്ട് ജാനകിനെ അങ്ങ് വഴക്ക് പറയുന്നത്. പിന്നീട് ദേവയാനീനെ റൂമിൽ കൊണ്ട് കിടത്തുന്ന സമയത്ത് ജലജി അനാമിക അവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അവർ നയനീനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഇനിയിപ്പോൾ ഏട്ടത്തി ഇങ്ങനെ തിരിച്ചു വന്നല്ലോ, അവൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്, ആദർശമലയ്ക്ക് പോയിട്ട് വന്നാൽ മതി എന്ന് ഞാനല്ലേ പറഞ്ഞത്, അങ്ങനെ വന്നാൽ മതി അവൾ എന്നൊക്കെ പറയേ. അപ്പോൾ അങ്ങനെ അവൾ അവിടെ പോയി നിൽക്കുന്ന സമയത്തും അനിയാണെങ്കിൽ ഏത് സമയം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും സ്വർണം കൊണ്ടു കൊടുത്തതും അതൊക്കെ എന്തിനാന്ന്, ഒരു വലിയ വീട് എടുത്തു കൊടുത്തു, അതൊക്കെ എന്തിനാന്ന് മനസ്സിലായില്ല എന്നൊക്കെ പറയേ. അപ്പോൾ ആദർശനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അവർക്ക് വീട് എടുത്തു കൊടുത്തതെന്നൊക്കെ ചോദിക്കൂ കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും അതിനൊന്നും ഒരു മറുപടിയും ഇങ്ങനെ പറയാതെ നിൽക്കുകയാണ്. ജലജയാണെങ്കിലും അതിനൊന്ന് എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും ഇങ്ങനെ നയനയെ കുറിച്ച് പറയുന്നതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു, അവളുടെ പിറകെ എന്തിനാ എല്ലാവരും ഇങ്ങനെ പോകുന്നത്, ഇതിപ്പോൾ വലിയ നാണക്കേടായല്ലോ എന്നൊക്കെ പറയേ. പിന്നെ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഞാനല്ല ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയാണ് നയനയുടെ പ്രസൻസ് ഇവിടെ കൂടുതൽ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സും നമ്മൾ കണ്ടറിയണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ജലജ പറയാണ്, അവൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യം പറഞ്ഞ് അവളെവിടെ
നിലനിർത്താനാണ് നോക്കുന്നതെന്നൊക്കെ പറയേ. അപ്പോൾ അതുപോലെ തന്നെ അനാമിക പറയാണ് ഇനിയിപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്നെയായിരിക്കും അവർ ഇവിടുന്ന് തുരത്താൻ പോകുന്നതെന്നൊക്കെ പറയും, ഞാനായിരിക്കും ഇവിടുന്ന് പുറത്ത് പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു മോളിങ്ങനെ നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെ പിണങ്ങി പോകരുത്, അവിടെ ഇങ്ങനെ തോറ്റു പോകുന്നത് ഞങ്ങളൊക്കെയാണെന്ന് പറയും. അപ്പോൾ അനാമികയാണെങ്കിലും പറയാണ് അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് ഇങ്ങനെ അവിടെ വീട്ടിൽ ചെന്ന് നിൽക്കാനായിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ജലജയ്ക്ക് ഇങ്ങനെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, ജലജയ്ക്ക് അനാമികയുടെ സ്വഭാവം ഏകദേശമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു അവളുടെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും ഇവളെ ഇങ്ങോട്ട് തള്ളി വിടുന്നത്, ഇവളെ എൻ്റെ മരുമകളെക്കാട്ടിലും നല്ല നടിയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടേ. പിന്നെ നന്ദു ആണെങ്കിലും നയനേനെ ഇങ്ങനെ പിടിച്ച് നടത്തിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട് ഇങ്ങനെ നടക്കേണ്ട മോളെ എന്നൊക്കെ പറയേ, ഇപ്പോൾ ഏത് സമയവും നടത്താണ്, ഇപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നോളാം, കൈ പിടിക്കേണ്ടെന്നൊക്കെയാണ് ചേച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ നടക്കാലോ എന്ന് നയനയും പറയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് വരുന്നത്. അപ്പോൾ നന്ദു പറയും കൈ പിടിച്ച് നടത്തേണ്ട ആൾ വന്നല്ലോ എന്ന് പറയും. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് നടക്കാൻ വയ്യ, ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആദർശ് നയനേനെ സോഫയിൽ അങ്ങ് ഇരുത്തുന്നുണ്ട്. പിന്നീട് ദേവയാനിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അമ്മ ഡിസ്ചാർജ് ആയി വന്നോ എന്നൊക്കെ ചോദിക്കേ. അപ്പോൾ വന്നു എന്ന് പറയുന്നുണ്ട്. അമ്മയും ഇപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ നടക്കാനായിട്ടുണ്ട്, അമ്മയ്ക്കും ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കനകയാണെങ്കിലും അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. പിന്നെ നന്ദു ആണെങ്കിലും ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശേട്ടൻ്റെ അമ്മ എപ്പോഴും ചേച്ചിയാണോ പാലിൽ വിഷം ചേർത്ത് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അമ്മയുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് ഉള്ളത്, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇങ്ങനെ നയന നവ്യയ്ക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണല്ലോ, അത് നയനയല്ല എടുത്തു കൊടുത്തത്, അമ്മ ഇങ്ങനെ സ്വന്തമായിട്ട് ചെന്ന് എടുത്ത് കുടിച്ചു തന്നെയാണ്, പിന്നെ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് ആദർശ് പറയുമ്പോൾ നയന പറയാണ് അങ്ങനെ അമ്മേനെ വിശ്വസിപ്പിക്കാനും അവിടെ ആളുകളുണ്ടല്ലോ എന്ന് പറയേ. എനിക്കിപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ നവ്യേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയണമെന്ന് ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ അബി അപ്പച്ചിയാണ്, പക്ഷേ എനിക്കിപ്പോൾ നല്ല സംശയം അനാമികേനെ അവളുടെ അമ്മേനെയാണെന്ന് ഇങ്ങനെ നയന പറയുമേ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നന്ദും പറയാണ്. അപ്പോൾ ആദർശ് പറയും അത് ശരിയാണ്, ഇപ്പോൾ അനാമികയും അപ്പച്ചിയൊക്കെ ഇങ്ങനെ ഒറ്റക്കെട്ടാണ്, അവരിങ്ങനെ നല്ല കട്ട സപ്പോർട്ടായിട്ടാണ് രണ്ടുപേരും നിൽക്കുന്നതെന്നൊക്കെ പറയട്ടെ. അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നയന പറയാണ് ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു ദൈവനിശ്ചയമായിരിക്കും, ഇപ്പോൾ ഞാനിങ്ങനെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തുകൊണ്ട് ആദർശേട്ടൻ എന്നെ ഇങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറയേ. എന്നിട്ട് നയന പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആരെന്നെ തള്ളി പറഞ്ഞാലും ആദർശേട്ടൻ എന്നെ തള്ളി പറയില്ല എന്ന് എനിക്ക് അറിയാലോ എന്ന് പറയുന്ന സമയത്ത് ആദർശ് പറയാണ് അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണെന്ന് പറയൂട്ടോ. പിന്നീട് കനക ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മകരവിളക്കിനല്ലേ പോകുന്നുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇനിയിപ്പോൾ അങ്ങനെ പോകുന്നുള്ളൂ, ഇവിടുന്ന് തന്നെ നടന്നു പോകാനാണ് തീരുമാനിച്ചിരുന്നത്, പക്ഷേ വീട്ടിൽ നിന്ന് ഇങ്ങനെ അധിക സമയം മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എരുമേലിയിൽ ചെന്നിട്ട് അവിടെ നിന്ന് നടന്നു പോകാനാണ് തീരുമാനം എന്നൊക്കെ പറയേ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മലയ്ക്ക് പോയി വരുന്നവരെ നയന ഇവിടെ നിൽക്കട്ടെ എന്നാണ് അമ്മ പറയുന്നതെന്ന് പറയുമ്പോൾ അതൊരു അനുഗ്രഹമായല്ലോ എന്നൊക്കെ ആദർശ് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിലും ഞാൻ അന്ന് തന്നെയല്ലേ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയണം. അപ്പം മകരവിളക്ക് വരെ മോൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ അവിടെ അത് പലർക്കും ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ആരുടെ ബുദ്ധിമുട്ടും ഞാൻ നോക്കുന്നില്ല, ഇനിയിപ്പോൾ മറ്റാരേക്കാളും കൂടുതൽ ഇങ്ങനെ അവകാശമുണ്ട് നയനയ്ക്ക് അവിടെ നിൽക്കാനായിട്ട്, അത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നേ പറഞ്ഞതാണ്, ഇനിയിപ്പോൾ അവിടുന്ന് ആര് പുറത്തു പോയാലും അവസാനം പുറത്തു പോകുന്നത് നയനയായിരിക്കും, അവൾ ഒറ്റയ്ക്കായിരിക്കില്ലേ പോവുക, എൻ്റെ കൂടെ ആയിരിക്കും പോവുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ കനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും വല്യമ്മയെന്ന് വിളിച്ചുകൊണ്ട് ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആ മോനോ എന്ന് പറയും, എന്നിട്ട് വല്യമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ആ കുഴപ്പം മുഴുവൻ ഇപ്പോൾ ഇങ്ങനെ ആ മോൾക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അനാമികയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അനാമികയ്ക്ക് എന്താ കുഴപ്പമെന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നീയല്ലേ മോളെങ്ങനെ വിഷമിപ്പിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അവൾ മനസ്സിലിങ്ങനെ ഓരോ സംശയം വെച്ചാണ് എന്നോട് പെരുമാറുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ നീ ഇങ്ങനെ തല തെറിച്ച് ഇവൾക്ക് പിന്നാലെ പോകുന്നതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ അനി ഇങ്ങനെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാ വല്യമ്മയെ തല തെറിച്ചവള്, അവരൊന്നും അങ്ങനെയല്ല വല്യമ്മ വിചാരിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ് നയനേനെയും നന്ദുവിനെയും പറ്റി പറയാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ദേവയാനി പറയാണ് ഇനിയിപ്പോൾ അവരെ പുകഴ്ത്താനായിട്ട് തുടങ്ങണ്ട, എനിക്കത് കേൾക്കുകയും വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങ് പറയാണ് കേട്ടോ. പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വല്യമ്മ വിചാരിക്കുന്ന പോലെയല്ല ഏട്ടത്തിയൊന്നും, അതുപോലെ തന്നെ ഞാൻ നന്ദുവിനെ കാണാനുമല്ല അങ്ങോട്ട് പോകുന്നത്, എൻ്റെ ഏട്ടത്തിനെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അതെന്തിനാ നീ അവളെ കാണാൻ അങ്ങോട്ട് പോകുന്നത്, അവളെന്താ വല്ല അസുഖം എന്ന് കിടക്കുകയാണോ, അവളെന്താ രോഗിയാണോ എന്നെപ്പോലെ, അതോ എന്നെപ്പോലെ എന്തെങ്കിലും സർജറി കഴിഞ്ഞ് കിടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ ദേവയാനിയോട് പറയുകയാണ് ഇതിനൊക്കെ എന്താ വല്യമ്മ ഞാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുക. പിന്നീട് അനാമികനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെയാണ് കേട്ടോ.
അതുപോലെ തന്നെ ദേവയാനി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ദേവയാനിയോട് അനാമികേനെ പറ്റി പറയുന്ന സമയത്താണെങ്കിലും ആനി പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ആരോടും സ്നേഹമൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ദേവയാനിക്ക് ബ്ലഡ് കൊടുക്കാമെന്നൊക്കെ അനാമിക പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അനി പറയും അവൾ തരാമെന്നല്ലേ പറഞ്ഞുള്ളൂ, അവളെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. പക്ഷേ ആ സ്ഥാനത്ത് ഇങ്ങനെ എൻ്റെ ഏട്ടത്തി ആയിരുന്നെങ്കിൽ ഏട്ടത്തി വല്യമ്മയ്ക്ക് ബ്ലഡും കരലൊക്കെ തന്നേനെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനി എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു അവളൊന്നും ചെയ്യില്ല എന്നുള്ള ആ രീതിയിൽ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി പറയും വല്യമ്മയ്ക്ക് ഇപ്പോഴും ഇങ്ങനെ ഏട്ടത്തീനെ മനസ്സിലായിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്കും നിൻ്റെ ഏട്ടനൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ, അത് മതി എന്ന് പറയും. അനി എപ്പോഴും ഇങ്ങനെ നയനേനെ കുറിച്ച് തന്നെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്യമ്മ ഇനി എന്നാ ഇങ്ങനെ ഏട്ടത്തീനെ മനസ്സിലാക്കാൻ പോകുന്നത്, വല്യമ്മയ്ക്ക് ഇപ്പോഴും ഇങ്ങനെ ഏട്ടത്തീനെ മനസ്സിലായിട്ടില്ല. വല്യച്ഛനും ആദർശേട്ടനും എനിക്കൊക്കെ ഏട്ടത്തി എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്യമ്മെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അനി സങ്കടത്തോടു കൂടി അവിടെ നിന്ന് എണീറ്റ് പോകുന്നത്. അപ്പോഴും ദേവയാനി ഇങ്ങനെ എന്തൊക്കെയോ അങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നയനിയും ആദർശും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാനും കൂടെ അവിടെ അവരുടെ കൂടെ പോയേനെ. അപ്പോൾ കനക പറയും അവർ ഭാര്യയും ഭർത്താവും പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയും. അപ്പോഴേക്കും നയനിയും ആദർശും റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ സൂക്ഷിച്ച് കൊണ്ടുപോകണേ എന്നൊക്കെ ഇങ്ങനെ ആദർശിനോട് കനക പറയുന്ന സമയത്ത് പിന്നെ എൻ്റെ ഭർത്താവ് എന്നെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. അല്ല മോൾ ആദ്യമായിട്ടല്ലേ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോകുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ് അമ്മ എന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ ഓടിച്ചാടി നടക്കാമെന്ന് ഡോക്ടർ പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് ഈ വീട്ടിലിങ്ങനെ നിൽക്കുന്നതന്നെ വലിയ ശ്വാസം മുട്ടലാണ്, അച്ഛൻ്റെ കൂടെ കടയിലേക്ക് പോയിട്ട് അച്ഛനെ സഹായിക്കാനെങ്കിലും പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ നയന പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു ദേ ഒന്നും വേണ്ട, ഇനിയിപ്പോൾ നടക്കണമെന്ന് തോന്നുമ്പോൾ ആ ഗേറ്റ് വരെ പോയാൽ മതി, ഇനിയിപ്പോൾ അഥവാ പുറത്തേക്ക് പോകണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അപ്പം തന്നെ വന്ന് പുറത്ത് ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും നടക്കാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയും കേട്ടോ. അല്ലാതെ റിസ്ക് ഒന്നും എടുക്കേണ്ടെന്ന് പറയും. പിന്നെ എന്തായാലും അവർ ഞങ്ങൾ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഈ സമയത്ത് കനകയും നന്ദും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ആദർശ് മോനും മോളും ഇങ്ങനെ തമ്മിൽ കല്യാണത്തിന് മുന്നേ വഴക്കായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മോളെ ഇങ്ങനെ കയ്യിൽ കൊണ്ട് നടന്നതിന് ആദർശ് മോൻ എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയാണ് കുറച്ച് വൈകിയാണെങ്കിലും അവരിങ്ങനെ ഇപ്പോൾ നല്ല ഇതിലാണല്ലോ മുന്നോട്ട് പോകുന്നത്, ഇനിയിപ്പോൾ എന്തായാലും അവരുടെ സ്നേഹത്തിന് ഒരു കുറവും വരില്ല എന്നൊക്കെ പറയാണ്. എന്തായാലും അതൊരു ഭാഗ്യമല്ലേ, അവർക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ അവർ ഇങ്ങനെ സ്നേഹത്തിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു അവരിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നല്ലൊരു ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനിങ്ങനെ തുടക്കം കുറിച്ചപ്പോഴാണല്ലോ ആദർശ് മോൻ്റെ അമ്മ ഇങ്ങനെ മലയ്ക്ക് പോകാൻ ഇങ്ങനെ വ്രതം എടുക്കാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെ ആ ഒരു ഇതിൻ്റെ അവരിങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം മനസ്സിൽ വെച്ചിട്ടായിരിക്കും അങ്ങനെ വ്രതം എടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ സംഭവിച്ചതെന്ന് പറയുന്ന സമയത്ത് അത് ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രാക്ക് കൊണ്ടാണ് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാനും പലതും പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ആര് വേണേലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, എൻ്റെ നൈനമോളെ വേദനിപ്പിച്ചവർക്കൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല, എൻ്റെ മോളെ അത്രയും ഇങ്ങനെ അറിഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെന്നൊക്കെ കനക വിഷമത്തോടുകൂടി പറയാണ് കേട്ടോ. പിന്നീട് നയനി ആദർശം കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നയന പറയുന്നത് ഒറ്റയ്ക്ക് നടന്നോളാം പിടിക്കേണ്ടെന്നൊക്കെയാണ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു നിനക്ക് നല്ല മനസ്സിന് കട്ടിയും ബലമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ കുറച്ച് ബ്ലഡ് കണ്ടാൽ തല ചുറ്റുന്ന ആളാണെന്നൊക്കെ പറയും. അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അന്ന് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തപ്പോൾ തന്നെ നീ ഇങ്ങനെ തല കറങ്ങി വീഴാൻ പോയല്ലോ എന്നൊക്കെ പറയേ. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ശ്രദ്ധ വേണ്ടത് അമ്മയ്ക്കാണ്, കരൾ കൊടുത്ത ആൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷേ അത് സ്വീകരിച്ച ആൾക്കാണ് നല്ല കെയർ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ രണ്ടാളെയും നന്നായിട്ട് കെയർ ചെയ്യണം എന്നൊക്കെ ആദർശ് പറയാൻ കേട്ടോ. അപ്പോൾ നീ ഇപ്പം ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ നയനയോട് പറയുന്നുണ്ടായിരുന്നു അമ്മ ഏത് സമയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അമ്മയ്ക്ക് കരൾ ഡൊണേറ്റ് ചെയ്തത് ആരാന്ന്, അപ്പോൾ ഇനിയിപ്പോൾ ഇത് എത്ര കാലം ഇങ്ങനെ മൂടി വെക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ നയനിയാണെങ്കിലും ആദർശിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.